വരാനിരിക്കുന്ന ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു കോൺഗ്രസ്. ആദ്യഘട്ടത്തിൽ 21 പേരുടെ പട്ടികയാണ് പുറത്തുവിട്ടത്. ഡൽഹി മുൻ മുഖ്യമന്ത്രി ഷീലാ ദീക്ഷിതിന്റെ മകനും കോൺഗ്രസ് നേതാവുമായ സന്ദീപ് ദീക്ഷിത് ആദ്യ പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട്. ആം ആദ്മി പാർട്ടി കൺവീനറും മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ സ്വന്തം മണ്ഡലമായ ന്യൂഡൽഹി മണ്ഡലത്തിലാണ് സന്ദീപ് ദീക്ഷിത് സ്ഥാനാർത്ഥിയാകുന്നത്. ഷീലാ ദീക്ഷിത് തുടർച്ചയായി വിജയിച്ച മണ്ഡലമാണ് ന്യൂഡൽഹി. 2013 മുതൽ കെജ്രിവാളാണ് മണ്ഡലത്തിൽ നിന്നും വിജയിക്കുന്നത്. ഇത്തവണ കെജ്രിവാളിനെതിരെ അതിശക്തമായ മത്സരം കാഴ്ചവെക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കോൺഗ്രസ്. ഈ സാഹചര്യത്തിലാണ് ഈസ്റ്റ് ഡൽഹിയിൽ നിന്നുള്ള മുൻ MP കൂടിയായ സന്ദീപ് ദീക്ഷിതിനെ മത്സരിപ്പിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചത്. അതേസമയം ഡൽഹി കോൺഗ്രസ് അധ്യക്ഷൻ ദേവേന്ദ്ര യാദവ് ബാദ്ലി സീറ്റിൽ നിന്നാണ് മത്സരിക്കുന്നത്. മുൻ മന്ത്രി ഫാറൂൺ യൂസഫ് ബല്ലിമാരിൽ നിന്നും മുൻ യൂണിറ്റ് പ്രസിഡന്റ് ചൌധരി അനിൽകുമാർ പട്പർഗഞ്ചിയിൽ നിന്നും മത്സരിക്കും. ദേശീയ വക്താവ് രാഗിണി നായക് വാസിപൂരിൽ നിന്നാണ് മത്സരിക്കുന്നത്. ദ്വാരകയിൽ നിന്ന് ആദർശ് ശാസ്ത്രി, മുസ്തഫാബാദിൽ നിന്നും അബ്ദുൾ റഹ്മാൻ, സീലംപൂരിൽ നിന്ന് രോഹിത് ചൌധരി, നംഗ്ലോയ് ഘാട്ടിൽ നിന്നും പ്രവീൺ ജെയിൻ, ഷാലിമാർ ബാഗിൽ എന്നിവരാണ് മറ്റ് സ്ഥാനാർത്ഥികൾ. അതേസമയം ഇത്തവണ തനിച്ചായിരിക്കും നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയെന്ന് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കിയിരുന്നു. അഴിമതിക്കാരനായ കെജ്രിവാളിന്റെ പാർട്ടിയുമായി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സഖ്യമുണ്ടാക്കിയത് തങ്ങൾക്ക് വലിയ നഷ്ടമാണ് വരുത്തിയതെന്നും അതുകൊണ്ട് തന്നെ ഇക്കുറി ഒറ്റയ്ക്കായിരിക്കും പോരാട്ടമെന്നും നേതാക്കൾ അറിയിച്ചു. ഫെബ്രുവരിയിലാണ് ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കേണ്ടത്. അതിശക്തമായ മത്സരത്തിനായിരിക്കും ഇക്കുറി ഡൽഹി വേദിയാകുക. തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചില്ലെങ്കിലും ഇതിനോടകം തന്നെ പാർട്ടികൾ ഒരുക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ആം ആദ്മി പാർട്ടി തങ്ങളുടെ 2 സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടിരുന്നു. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായി സഖ്യമുണ്ടാവില്ലെന്ന് അരവിന്ദ് കെജ്രിവാളും നേരത്തെ വ്യക്തമാക്കിയതായിരുന്നു. തനിച്ച് വിജയിച്ചു വന്നവരാണ് ആം ആദ്മി. അതുകൊണ്ട് തന്നെ നിയമസഭയിലും ഒറ്റയ്ക്കായിരിക്കും മത്സരം. ഡൽഹിയിൽ 4ാം തവണയും തങ്ങൾ തന്നെ അധികാരത്തിലേറുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഇന്ത്യ സഖ്യത്തിലെ പ്രധാന കക്ഷികളിൽ ഒന്നാണ് ആം ആദ്മി പാർട്ടി എന്നിരിക്കെ ഡൽഹിയിൽ നില മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്ന കോൺഗ്രസിന് വലിയ തിരിച്ചടിയാണ് കെജ്രിവാളിന്റെ തീരുമാനം. കോൺഗ്രസ്, AAP, BJP വിരുദ്ധ വോട്ടുകൾ ഭിന്നിച്ചാൽ ഏറ്റവും തിരിച്ചടി നേരിടുന്നത് കോൺഗ്രസിനായിരിക്കും. അതുകൊണ്ട് തന്നെ കെജ്രിവാളിന്റെ പ്രഖ്യാപനം BJPക്ക് നേട്ടമുണ്ടാക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. കോൺഗ്രസ് തുടർച്ചയായി ഭരിച്ച ഡൽഹിയിൽ അഴിമതി ആരോപണം ഉയർത്തിയാണ് കെജ്രിവാളിന്റെയും AAPയുടെയും ഉദയം. പിന്നീടുണ്ടായ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ കോൺഗ്രസിനൊപ്പം നിൽക്കാൻ AAP തയ്യാറാകുകയായിരുന്നു. 70 അംഗ നിയമസഭയാണ് ഡൽഹിയിലേത്. ഇതിൽ 62 സീറ്റിലും കഴിഞ്ഞ തവണ AAPയാണ് ജയിച്ചത്. അതിനിടെ നിരവധി കോൺഗ്രസ് BJP നേതാക്കൾ AAPയിൽ ചേർന്നിരുന്നു. തിരഞ്ഞെടുപ്പ് രംഗത്ത് ഇവരെ കൂടി ഉൾപ്പെടുത്താനാണ് കെജ്രിവാളിന്റെ നീക്കം. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നടപടികൾ ഉയർത്തിക്കാട്ടിയാകും AAP തിരഞ്ഞെടുപ്പിനെ നേരിടുക. കെജ്രിവാളിന്റെ ജയിൽവാസം അടക്കം പാർട്ടിക്ക് അനുകൂല ഘടകമാകുമെന്നാണ് വിലയിരുത്തൽ. ഇന്ത്യ സഖ്യത്തിൽ 26 പാർട്ടികളാണുള്ളത്. ഡൽഹിയിൽ ഈ സഖ്യം ഒരുമിച്ചാൽ BJPക്ക് വലിയ തിരിച്ചടിയാകും. കെജ്രിവാൾ സർക്കാരിന്റെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ വോട്ടായി മാറുമെന്ന പ്രതീക്ഷയാണ് AAPക്കുള്ളത്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ AAP കോൺഗ്രസ് സഖ്യം ചേർന്ന് മത്സരിച്ചെങ്കിലും മുഴുവൻ സീറ്റിലും BJPയാണ് ജയിച്ചത്. എന്നാൽ ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിലെ കഴിഞ്ഞ കാല വിജയമാണ് കെജ്രിവാളിന് ധൈര്യം പകരുന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോകൾ ഉടനടി ലഭ്യമാകുന്നതിന് സബ്സ്ക്രൈബ് ബട്ടണിലെ ഓൾ ഐക്കൺ എനാബിൾ ചെയ്യാൻ മറക്കരുത്.